എല്ലാ വർഷത്തെയും പോലെ ഈ സ്വാതന്ത്ര്യ ദിനത്തിലും നമ്മൾ ഒരാളെ തെരഞ്ഞെടുത്ത് മോചിതനാക്കുകയാണ്. ഈ വർഷത്തെ ഭാഗ്യവാൻ ആരാണെന്ന് നമുക്ക് നോക്കാം. നിനക്കാടാ, നിന്റെ പേര് തന്നെ വീഴും. മഹിയാണ് ആ ഭാഗ്യവാൻ. എവിടെ ബാലശാശി? ജയിലിലെ ഭക്ഷണത്തിൽ ഇത്ര കാണും. എനിക്ക് പകരം ബാലിനെ വിടാൻ പറ്റുമോ സാറേ? മണ്ടത്തരം പറയാതടാ മണ്ട. നിനക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ആർക്കും പോകാൻ പറ്റില്ല. അലമ്പുണ്ടാക്കാതെ മന്ത്രിയെ പൊക്കി 2 വാക്ക് സംസാരിക്കും. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, സ്വന്തം ആരോഗ്യം പോലും കണക്കിലെടുക്കാതെ ഇന്നിവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട ആഭ്യന്തര മന്ത്രിക്ക് എന്റെ ഹൃദയംഗമമായ ബാഷ്പാഞ്ജലികൾ അർപ്പിച്ചുകൊള്ളുന്നു. ജയിൽ അദ്ദേഹത്തിന് അന്യമല്ല. ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹം ഇവിടെ വരേണ്ട ആളാണ്. ജയിലിന്റെ വികസനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുവാനും കുറ്റവാളികളുമായി ഒരു തത്സമയ സംപ്രേഷണം നടത്തുവാനും. അദ്ദേഹം ആശുപത്രിയിലായിരുന്നു. സ്വന്തം അസുഖത്തെ പോലും തൃണവൽഗണിച്ചുകൊണ്ട് ഇന്നീ സുദിനത്തിൽ ഇവിടെ എത്തിച്ചേർന്ന അദ്ദേഹം എത്രയും പെട്ടെന്ന് യശശരീരായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പുറത്തിറങ്ങുന്നവരുടെ കൂട്ടത്തിൽ എന്റെ പേരുകൂടെ ഉൾപ്പെടുത്തിയ നമ്മുടെ പിതാമഹനായ സൂപ്രണ്ട് സാറിനും എന്റെ ഹൃദയം നിറഞ്ഞ ആദരാഞ്ജലി. സാർ ഇതാ എന്റെ വക ഒരു സമ്മാനം. എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാ. വാച്ച? ഇതിന് സൂചിയൊന്നുമില്ല. തുറന്നു നോക്ക്. ഏതായാലും അടപ്പുള്ള വാച്ച് തന്നത് നന്നായി. ടൈം വേസ്റ്റ് ആവില്ല. ആവശ്യമുള്ളപ്പോ തുറന്നു നോക്കിയാൽ മതിയല്ലോ. ടൈം മാത്രമല്ല, ലൈഫ് വേസ്റ്റ് ആക്കരുത്. സംഗതി നീ ഇവിടെ ഉള്ളത് എനിക്ക് ആശ്വാസമാണ്. എന്നാലും പറയുകയാണ്, ഇനി ഇങ്ങോട്ടുള്ള വരവ് വേണ്ട. എന്തെങ്കിലും ജോലി ചെയ്ത് മാന്യമായിട്ട് ജീവിക്കാൻ നോക്ക്. എന്നെ അങ്ങനെ ഉപേക്ഷിക്കല്ലേ സാറേ. ഈ ലോകം വിട്ടാ പിന്നെ എനിക്ക് ആരാ ഉള്ളത്? ഇവിടെ ഉള്ളവരൊക്കെ എന്റെ ബന്ധുക്കളാ. സാറിനറിയോ, സാറിന് എന്റെ അച്ഛന്റെ സ്ഥാനത്താണ് ഞാൻ കാണുന്നത്. മതി മതി, പോവാൻ നോക്ക്. ഞാൻ അവരോടൊക്കെ ഒന്ന് യാത്ര പറഞ്ഞോട്ടെ സാറേ? വേഗം വേണം. പ്രസംഗം കലക്കി. എന്നാലും പഹയ മലയാളത്തിൽ നിനക്ക് ഇത്ര വിവരം ഉണ്ടെന്ന് വിചാരിച്ചിട്ടില്ല. അതൊക്കെ ആവശ്യമുള്ളപ്പോ എടുത്ത് കാച്ചിയാ മതിയല്ലോ എന്ന് കരുതിയാ. മാത്രമല്ല, മലയാളത്തിലെ കടുകെട്ടി വാക്കുകൾ നിങ്ങളെ പോലുള്ള മാനദണ്ഡമുള്ളവരോട് പറഞ്ഞിട്ട് എന്താ കാര്യം? മാനദണ്ഡം എന്ന് വെച്ചാ? മാനദണ്ഡം എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ ദണ്ഡം, വിഷമം, മനപ്രയാസം. ഓ, പഹയ ഒരു കവിത എഴുതി കൂടെ നിനക്ക്? സമയമായിട്ട് എഴുതിക്കളെ. അത് മതി. നീ എന്താ ചില കഷായം കുടിച്ച പോലെ? ഓ, മഹിയെ പിരിയുന്ന മാനദണ്ഡത്തിലായിരിക്കും. നിനക്കിറങ്ങാൻ പറ്റില്ലെങ്കിൽ എന്താടാ, ഞാൻ ഇറങ്ങുന്നില്ലേ? നിനക്ക് വേണ്ടി എന്ത് ഞാൻ ചെയ്യില്ലേ? ഈ പടിക്ക് പുറത്തിറങ്ങിയാൽ തീരുന്നതാണോ നമ്മൾ തമ്മിലുള്ള ബന്ധം? ദേ ഇങ്ങോട്ട് നോക്കി. ഞാൻ ഇവിടെ നേരെ പോകുന്നത് നിന്റെ അനിയന്റെ അടുത്തേക്ക്. അവിടെ ചെന്ന് നിന്റെ സ്ഥാനത്ത് നിന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ഞാൻ ചെയ്തിരിക്കും. നീ എങ്ങനെ ഇത്രയും വലിയ തുക? എവിടെന്നാ എങ്ങനെയാണെന്നൊന്നും നീ അറിയണ്ട. സംഗതി ഞാൻ അവിടെ എത്തിച്ചിരിക്കും. ദേ, ഇത് മഹി തരുന്ന വാക്കാ. എന്റെ വാക്ക് മാറണമെങ്കിൽ ഈ തല കഴുത്തെന്ന് പോണം. ഞാനില്ലേടാ. ഏയ്, ഞാൻ നോക്കിയിട്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും കാണുന്നില്ലല്ലോ. എനിക്ക് കണ്ണിലല്ല കുഴപ്പം, ബ്രെയിനിലാ. എവിടെയാണെങ്കിലും നമ്മൾ ആ കുഴപ്പം മാറ്റിയിരിക്കും. ഞാൻ ബാലിന് വാക്ക് കൊടുത്തിട്ടാ വന്നിരിക്കുന്നത്. ബാലൻ അവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ മോനെ. എന്ത് പ്രശ്നം? അവൻ അവിടെ ഒരു കുഴപ്പമില്ല. കൂട്ടുകാരുമായിട്ട് അടിച്ചു പൊളിച്ച് നടക്കല്ലേ. ഞാൻ അതല്ല ആലോചിക്കുന്നത്. ഇത്ര ചെറുപ്പത്തിൽ ഈ കൊച്ചിന് ഇങ്ങനെ ഒരു അസുഖം വരേണ്ട കാരണം എന്താ? പണ്ടുമുതലേ കുഴപ്പമുണ്ടായിരുന്നു. ഞാൻ MBA പഠിക്കുമ്പോഴാ ആദ്യമായിട്ട് തലവറ്റിലുണ്ടാകുന്നത്. എന്തിനു പഠിക്കുമ്പോ? MBA. വെറുതെ അല്ല. മനുഷ്യരായ ഒന്നുകിൽ MA പഠിക്കണം, അല്ലെങ്കിൽ BA പഠിക്കണം. ഇത് രണ്ടും കൂടെ MBA എന്നും പറഞ്ഞ് ഒന്നിച്ച് കുത്തിക്കയറ്റിട്ടല്ലേ തലച്ചോറ് കേടായത്. ഇനി എന്നാണമേ നിങ്ങൾക്കൊക്കെ ബുദ്ധി ഉണ്ടാവുന്നത്? ഇനിയിപ്പോ മുഖത്തോട് മുഖം നോക്കി വ്യാകുലപ്പെട്ടിട്ട് കാര്യം? വരാനുള്ളത് വന്നു. ഇനി അതെങ്ങനെയെങ്കിലും മാറ്റാൻ നോക്കാം. അതിനുള്ള കാശ് ഞാൻ ഒപ്പിച്ചോണ്ട് വരാം. ചെറിയ ബില്ല് വല്ല ഒരുപ്പുണ്ടോ? അടച്ചിട്ട് വരാം. ഈ ബില്ല് അടച്ചതാണല്ലോ. അടച്ചോ? ആരടച്ചു? ആ പെങ്കൊച്ച്. ഏത് പെങ്കൊച്ച്? സതീഷിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവില്ലേ ആ പെങ്കൊച്ച്? ഇവിടെ എരണം കെട്ടവനെ, 10-60 വയസ്സുള്ള അവന്റെ തള്ള നിനക്ക് പെങ്കൊച്ചാണോ? ആഹാ, മാരണമാണല്ലേ. 10-60 അല്ലടോ, 10-20 വയസ്സുള്ള പെങ്കൊച്ചിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. ആ കൊച്ച്
അതാരാ അത്? സതീഷിന്റെ ലവറാണെന്നാ കേട്ടത്. നേരാണോ? ആ അതെ. അപവാദം പറഞ്ഞ അടിച്ച് ഞാൻ മോന്ത പരത്തും. ഇത് കൊടും മാറണം തന്നെ. അമ്മേ, മരുന്ന് തീർന്നവര് എന്നെ ഒന്ന് വിളിച്ചറിയിക്കാറുന്നില്ലേ? എത്രയെന്ന് വെച്ചാ നിന്നെ ബുദ്ധിമുട്ടിക്കാൻ മോളെ. ഓ, ബുദ്ധിമുട്ടൊക്കെ ഞാൻ സഹിച്ചോളാം. ദേ, അമ്മായിയമ്മ പോരായിട്ട് വന്നാലുണ്ടല്ലോ. ആ ഇതാ ഡ്യൂട്ടി റൂം കൊടുത്തേക്ക്. ഈ ടാബ്ലറ്റ് കിട്ടിയില്ല. കൂടെ വന്നാ ഞാൻ ബസ് സ്റ്റോപ്പിൽ നിന്ന് വാങ്ങിത്തരാം. എന്നാ ഞാൻ പോട്ടെ, ഇപ്പൊ തന്നെ വൈകി. എത്ര നാളായി അസുഖം തുടങ്ങിയിട്ട്? ഈ അസുഖം? ആ പോകുന്ന അസുഖം. ഓ അതോ, അതമ്മു തുടങ്ങിയിട്ട് കുറെ കാലമായി. കാശുള്ള വീട്ടിലാണോ? ഏയ്, അവക്കൊരു ചെറിയ ജോലിയുണ്ട്. കിട്ടുന്ന ശമ്പളവും ആരോടൊക്കെ കടം വാങ്ങിയ പണമെല്ലാം ഇവിടെ കൊണ്ടുവന്ന് ചെലവാക്കുക. ഞാനിവിടെ നിലനിൽക്കുമെന്ന് ഒരുറപ്പുമില്ല. അതുകൊണ്ട് തന്നെ പലവട്ടം ഞാൻ പറഞ്ഞതാ വിട്ടിട്ട് പൊയ്ക്കോളാൻ. പക്ഷേ കേക്കണ്ടേ. ഇതെങ്ങനെ വിട്ടിട്ട് പോകുന്ന പാർട്ടിയല്ല. വേറെ ചില പെമ്പിള്ളേരുണ്ട്, പ്രേമിച്ചു കഴിഞ്ഞ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ പണ്ടൊക്കെയാണെ പറയും, ചേട്ടാ ചേട്ടൻ ഇനി എന്നെ ഒരു സഹോദരിയായിട്ട് കാണും. ഇപ്പൊ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റി, സോറിടാ നമ്മള് ഫ്രണ്ട്സ് അല്ലടാ. പക്ഷെ തന്റെ ഈ അമ്മുക്കുട്ടി ഉണ്ടല്ലോ, നല്ല സ്വാർത്ഥതയുള്ള ഒരു പെൺകുട്ടിയാ. അതുകൊണ്ടാണല്ലോ തനിക്ക് ഇങ്ങനെ ഒരു സ്മാരക രോഗം ഉണ്ടെന്ന് അറിഞ്ഞിട്ടും പ്രാർത്ഥനയോടുകൂടി ഇവിടെ നിൽക്കുന്നത്. ഞാൻ പോട്ടെ. ശരി ഏട്ടാ. ഓപ്പറേഷനുള്ള പണം കൊണ്ടുവരാന്ന് പറഞ്ഞത് എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ? അല്ല, നേരായിട്ട് തന്നെ പറഞ്ഞതാ. കാശിന് ആവശ്യം വരുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ചില രീതികളുണ്ട്. സ്പീഡ് കുറച്ച് പോണേ മോനെ. ബ്രേക്ക് ഒന്ന് അപ്ലൈ ചെയ്തേക്കു, നിർത്താൻ. പറഞ്ഞതുപോലെ റൈറ്റ് സൈഡിലെ ബാക്ക് ഡോർ ഒപ്പിക്കാൻ നല്ലതുപോലെ കഷ്ടപ്പെട്ട്. പിന്നെ ഒരു സ്റ്റിയറിംഗ് കൊടുക്കാനുണ്ട്, നല്ല മൈലേജാ. ആവശ്യക്കാരുണ്ടെങ്കിൽ പറയണം കേട്ടോ. അല്ല, ഇത് എപ്പ ഇറങ്ങി? ഇത്തവണ സ്വാതന്ത്ര്യ ദിനത്തിന് നറുക്ക് എനിക്കാ വേണത്. അല്ല, നിനക്കെന്താ പരിപാടി? എനിക്ക് സ്പെയർ പാർട്സിന്റെ പരിപാടിയാ. ആവശ്യക്കാരെ ചോദിക്കും, ഞാൻ ഏതെങ്കിലും വണ്ടിയിൽ നിന്ന് അഴിച്ചു കൊടുക്കും. ഒരു സൽക്കർമ്മം മാത്രമേ ഉള്ളൂ. വാ ചോദിക്കാം. തകരത്ത് ചവിട്ടരുത്, വിറ്റ് കാശാക്കുള്ളതാ. നിന്റെ കയ്യിൽ ഒരു ഇടിവെട്ട് കേസ് വന്ന് വീണിട്ടുണ്ടെന്ന് കേട്ടു. 8 ലക്ഷത്തിന്റെ കൊലക്കേസാ. കേസേറ്റ് പിടികൊടുക്കണം. സദ്ദാം ഹുസൈൻ ആവൂ? എടാ, കഴുത്തെ കയറി വീഴുവന്നു. ഏയ്, തെളിവെടുപ്പും റിമാൻഡും കേസും ഒക്കെ ആയിട്ട് കൂടിയ 2 കൊല്ലം. അതിനുള്ളിൽ ആളെ റിലീസാക്കി തരാന്ന വക്കീല് പറഞ്ഞത്. കൊള്ളാവുന്ന പാർട്ടിയാണോ? പിന്നെ ബടാ പാർട്ടിയല്ലേ, വക്കീലിന്റെ സ്വന്തം കേസാ. എങ്കിൽ ആ സ്പോട്ട് വരെ ഒന്ന് പോയാലോ? പിന്നെന്താ, പോകാം. എടാ, നീ കെട്ടിക്കോ. ഇതെന്തിനാ? ഇങ്ങനെ ഒരു പണിക്ക് പോകുമ്പോ ആർക്കും മുഖം കൊടുക്കരുത്, തിരിച്ചറിയാൻ ഇടയും കൊടുക്കരുത്. അതിന് മുഖം ഇങ്ങനെ വെച്ച പോരെ. ഇറങ്ങി. അതെ, എന്തിനാ ഇങ്ങനെ കെട്ടിയിരിക്കുന്ന ആരെങ്കിലും ചോദിച്ചാൽ എന്ത് പറയണം? പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് പോണെന്ന് പറഞ്ഞാൽ മതി. അതിന് മൂക്കി പഞ്ഞു വെച്ചാ പോരെ? മൂക്കി പഞ്ഞു വെക്കണം. വേണ്ട. പോലെ പോലെ ഒരാളൂടി ഉണ്ട്. കൊള്ളല്ലേ? ആ, തരക്കേടില്ല. കാല് കൊള്ളല്ലേ? അല്ല, തരക്കേടില്ല. ഇന്ന് എന്ത് പറ്റി? എന്തോ നിങ്ങളുടെ ബോട്ട് വന്നില്ലേ? അതിനെന്തും തീന, ഇന്നും പണിക്ക് കയറ്റി. പേര് ഇന്ദു, അതും കൊള്ളാം. വലിയ ശല്യമായില്ല, ഒന്ന് മിണ്ടാതിരിക്കണം. ഇന്ദുവിന് വേണമെങ്കിൽ പുതിയൊരു ബോട്ട് തന്നെ വാങ്ങാലോ. ആറാണിമുട്ടത്ത് റാണിയായിട്ട് വിലസല്ലേ? ഓ, നമ്മളെ റാണി രാജ്ഞിയൊന്നും അല്ല. അവിടുത്തെ കാര്യസ്ഥ പണിയുണ്ട്. പണ്ട് അച്ഛൻ ചെയ്തിരുന്നത് ഇപ്പൊ ഞാൻ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അങ്ങനെ ചെറുതാക്കി കാണിക്കലേ വെച്ചേ. ജയിലിൽ കിടക്കുന്ന ശിവശങ്കര മുതലാളി ഉടനെ പരോളിൽ വരുമെന്നും വന്നാൽ ഉടനെ ഹിന്ദുവായിട്ടുള്ള കല്യാണം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെന്നൊക്കെ ഞങ്ങൾക്കറിയാം. കല്യാണം ഉറച്ചതാ. ശരിയാ, അങ്ങനെ ഒരു കരക്കമ്പി ഞാനും കേട്ടു. അതിലെന്താ ഇത്ര തെറ്റ്? ശിവശങ്കരൻ ജയിലിൽ പോയ പിന്നെ ആ കൊച്ചിനെയും അമ്മയും ആറാണിമുട്ടത്തെ സകല സ്വത്തുക്കളൊക്കെ പൊന്നുപോലെ നോക്കുന്നത് ഈ കൊച്ചല്ലേ? അപ്പൊ ഈ മാസം തന്നെ ഒരു സദ്യ ഉണ്ണാ അല്ലേ മോളെ? എന്റെ പൊന്നു ചേട്ടാ, ഈ നാട്ടിൽ തിന്നാനും ഉടുക്കാനും ഇല്ലെങ്കിലും കരക്കമ്പിക്ക് ഒരു പഞ്ഞവുമില്ല. അതും വിശ്വസിച്ച് സദ്യ ഉണ്ണാൻ വായം തുറന്നിരുന്നാലേ തുറന്നിരിക്കാതെ ഉള്ളൂ. അപ്പൊ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഇപ്പൊ വീണേനെ. ഇനിയിപ്പോ കല്യാണം നടന്നില്ലെങ്കിലും ശിവശങ്കര മുതലാളി വരുമ്പോ വേറെ ചിലതൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോ ഒരു കൊലപാതകം തന്നെ.
ഇപ്പോഴത്തെ കാറ്റിന് പോലും ഒരു ചോരയുടെ മണമുണ്ട്. അത് കാറ്റിന്റെ കുഴപ്പമൊന്നുമല്ലടോ, ഇയാളുടെ മൂക്കിനകത്ത് പമ്പർന്നോത്തയുടെ നഖം വല്ലതും കൊണ്ട് മുറിഞ്ഞു. ആറാണിമുട്ടത്തെ ബോട്ട് കേടായെന്ന് വെച്ചാൽ ഇന്ദു എന്തിനാ വള്ളത്തിൽ പോകുന്നേ? തോട്ടപ്പള്ളിക്കാർക്കും ആവശ്യത്തിന് ബോട്ടൊക്കെ ഉണ്ട്. ആറാണിമുട്ടത്തെ കേടായ വയസ്സം ബോട്ടല്ല, നല്ല ചെറുപ്പം പുത്തൻ ബോട്ട്. മോളെ ഇതിലോട്ട് കേറിയാട്ടെ, ചേട്ടൻ കൊണ്ടാക്കി തരാം. വാ വാ മോളെ. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് കരയിൽ വെച്ച് തീർക്ക്. ഈ നടുപ്പുഴയിൽ ഇത്രയും നാട്ടുകാരെ എന്തിനാ വെറുതെ ഉപദ്രവിക്കണേ? വായടക്കണ നാറി, ഒരു ഞാറ്റുകാരൻ. കോടതിയിൽ നീ ഞങ്ങൾക്കെതിരെ കടലാസ് കൊടുക്കും അല്ലടി പുല്ലേ. ഹാർബറിൽ തെമ്മാടിത്തരം കാണിക്കാൻ വന്ന പരാതിപ്പെടും. അതെന്റെ ജോലിയാ, ഞാനത് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. നിനക്ക് പറ്റിയ പണി അതല്ലടി, എന്റെ കൂടെ വാ, ഞാൻ പഠിപ്പിച്ചു തരാം. കഴിഞ്ഞിട്ട് പോകുമ്പോ 100 150 തരികയും ചെയ്യാം. അമ്മാതിരി പെണ്ണുങ്ങൾ നിന്റെ കുടുംബത്തിൽ കാണും, അവരെ പഠിപ്പിക്കടാ. നിന്റെ അഹങ്കാരം ഇന്നത്തോടെ ഞാൻ അവസാനിപ്പിക്കും. വള്ളം മറിക്കാൻ വന്നവനാ. ഇവനെ വലതുകാലം വെച്ച് വന്ന് കേറിയത് ടൈറ്റാനിക്കിലായിരുന്നു. മിണ്ടി പോകരുത്. ഗിരി, എടാ ഗിരി, ഗിരി, ഗിരി. അനിയ ബ്രേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് അപ്ലൈ ചെയ്തേക്കാം. ഒന്നും പറയണ്ട മഹി, ഞാൻ ഒരുത്തനെ രക്ഷിക്കാൻ വേണ്ടി പിടിച്ചതാ. അവനാണെങ്കിൽ ഒടുക്കത്തെ നീന്തലുകാരനും. അവൻ എന്നെ കൊണ്ട് നീന്തി വേറെ ഏതോ കരയെ ചെന്ന് കയറി. അവസാനം അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ച് ഇങ്ങ് വരേണ്ടി വന്ന്. നീ ഏതായാലും മുങ്ങിത്താഴുകയെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അത് കറക്റ്റ്. ഇത് വെറും തടിയല്ലല്ലോ, ചാളത്തടിയല്ലേ. അവിടെ ഒരു തുണിക്കടയുണ്ട്, നമുക്ക് ഉടുത്തു മാറാൻ എന്തെങ്കിലും കിട്ടുമോ നോക്കാം. കുഴപ്പമൊന്നുമില്ല, ഒന്ന് ഉറങ്ങി എണീറ്റ കൊണ്ടുപോകാം. അപ്പൊ ഇന്ദു കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയ ആളെ ആർക്കും അറിയില്ലെന്ന് പറഞ്ഞേ? തലയിൽ തോർത്ത് കെട്ടിയ ഒരാൾ ഇന്ദുവിനെ രക്ഷിക്കണ കണ്ടു. വെള്ളത്തിനടിയിൽ വെച്ചാ കണ്ടത്. തന്റെ പേരെന്താടോന്ന് ചോദിക്കാൻ പോയത് കുഴപ്പമായി. എന്റെ വായിലേക്ക് വെള്ളം കയറി എന്റെ ബോധം പോയടോ. ഇന്ദു കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയ ആളെ ആർക്കും അറിയില്ലത്രേ. ആളുകളെ ആശുപത്രിയിൽ എത്തിക്കുന്ന തിരക്കിലായിരുന്നേ. ഒക്കെ കഴിഞ്ഞ് നോക്കിയപ്പോ ആളെ കാണുന്നില്ല. ഇവിടുത്തെ ഫിഷിംഗ് ഹാർബറിൽ പണിക്ക് വരുന്ന ആളുകളുണ്ടല്ലോ, അവരിൽ ആരെങ്കിലും ആവും. കുമാരനൊന്ന് അന്വേഷിക്കേ, ആളെ കണ്ടുകിട്ടി എന്നെ വന്നൊന്ന് കാണാൻ പറ. തമ്പ്രാട്ടി, ഈ തോട്ടപ്പള്ളിക്കാരെ ഇങ്ങനെ വിട്ടാ ശരിയാവത്തില്ല. ഏതായാലും ഞങ്ങൾ ഒരു പരാതി കൊടുത്തു, അതിന് ഫലം ഉണ്ടായി. സുഗുണൻ അപ്പം തന്നെ അറസ്റ്റ് ചെയ്തു.
നാട്ടുകാരെ ബോധിപ്പിക്കാൻ ഒരു അറസ്റ്റ്, എന്നിട്ട് നേരെ കടവിലെ ഷാപ്പിൽ ചെന്നു 2 കുപ്പി കള്ളടിച്ചു. നല്ല സ്റ്റൈലും തറവർച്ചയും കിട്ടി. എന്റെ ഈശ്വര, ഇത് ആരായി എഴുന്നള്ളിരിക്കുന്നേ? എന്താണാവോ വിശേഷം? ഓ, പ്രത്യേകിച്ച് വിശേഷം ഒന്നുമില്ല. നിന്റെ ഈ അനിയനുണ്ടല്ലോ, ആണും പെണ്ണും കെട്ട നാറി, ഇവനെ അറസ്റ്റ് ചെയ്തുകൊണ്ടുവന്ന SI മാൻ ഇവന്റെ കാല് നിൽക്കുന്ന കാഴ്ചയൊന്ന് കാണാൻ വന്നതാ. കൂട്ടത്തിൽ നാട്ടുകാരെ ഒന്ന് കാണിക്കാനും. സൂക്ഷിച്ച് സംസാരിക്കണം. എന്തോ തോട്ടപ്പള്ളിയിലെ വളർത്തുനായ്ക്കും ശൗര്യം കൂടിയോ? സൂക്ഷിച്ചില്ല നീ എന്നെ ഇടേർക്ക. ഏമാൻ എന്നാ ചെയ്യുവെന്ന് മോനൊരുത്തൻ ജയിലിൽ കിടപ്പില്ലേ, ശിവശങ്കരൻ, അവൻ പറഞ്ഞുതരും. അവനത് നല്ലോണം അറിഞ്ഞവനാ. കോടതിയിലേക്ക് കൊണ്ടുപോകും മുമ്പ് ഏമാൻ അവനൊരു പിടിപിടിച്ചു. സകല അസ്ഥിബന്ധങ്ങളും തകരുന്നവരെ. അന്ന് അവൻ അമ്മയെന്ന് വിളിച്ച് കരഞ്ഞ കരച്ചില് ഇപ്പോഴും എന്റെ കാതിലുണ്ട്. അന്ന് അവന്റെ കഥ അവിടെ വെച്ച് തീർക്കാൻ പോയതാ ഞാൻ. ഇയാളതിന് സമ്മതിച്ചില്ല. അതിന് ഏമാന്റെ കാലത്തോട് നന്ദി പറഞ്ഞിട്ട് ഇറങ്ങി പോറല്ലേ. എന്നോടും എന്റെ മോനോടും നിനക്ക് എന്തെങ്കിലും പകയുണ്ടെങ്കിൽ അത് ഞങ്ങളോട് തീർക്കോ. അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു പാവം പെങ്കൊച്ചിനോട് അത് കാണിക്കരുത്. ആരോട് എന്തൊക്കെ കാണിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. നിന്നോട് ഇറങ്ങി പോവാനല്ലേ പറഞ്ഞത്? തൊന്തയ്ക്ക് പിറക്കാത്തവനെ നീ ഇനി ഒരക്ഷരം എവിടെന്ന് ഛർദിച്ചാൽ ചവിട്ടി അടിവയർ കലക്കും ഞാൻ. ചവിട്ടടാ, ചവിട്ടി കൊല്ല. ഈ കൈ കൊണ്ട് നിനക്കൊക്കെ കുറെ വാരി തന്നിട്ടുള്ളതാ. അതിന്റെ നന്ദിയായിട്ട് ചവിട്ടി കൊല്ല. വിളിച്ചോണ്ട് പോടാ ഈ പരട്ട കളവിയെ. ഇത് തന്നെ വീട്. എന്താ അതിന്റെ മുമ്പിൽ ഒരു ആൾക്കൂട്ടം? നാശം. ഈ നാട്ടിൽ എവിടെ നോക്കിയാലും ആൾക്കൂട്ടം തന്നെ. ഇവിടെ കുടുംബാസൂത്രം വന്നിട്ടില്ലെന്ന് തോന്നുന്നു. അതെ, നല്ല ഡോറുകൾ. ഈ കഴുത്തിൽ നിന്ന് കാരണം ശബ്ദം ശരിയാകുന്നില്ല. എന്തൊന്നാണ് ഇത്ര കാഴ്ച കാണാൻ? പോയിടാ, പോകാൻ, പോടാ. അപ്പൊ ഞാൻ ഇറങ്ങ. അളിയൻ വന്നില്ലേ? ഇവിടെ ഉണ്ട്. ഈ ആൾക്കൂട്ടം കണ്ടാൽ അളിയൻ വലിയും, ആമ തല വലിക്കുന്ന പോലെ. അപ്പൊ ഞാൻ പോയെന്ന് പറഞ്ഞേര്. ഓക്കെ. ഞങ്ങൾ കുറച്ച് ദൂരെ എന്ന് വന്നതാ. വക്കീൽ സാറിനെ ഒന്ന് കാണണം. ആരാത്? ഞാനാ. അളിയനോ? ആരോ കാണാൻ വന്നിരിക്കുന്നു. എനിക്കൊരു കേസ് പഠിക്കാനുണ്ടായിരുന്നു, അതാ ഞാൻ വേഗം അകത്തേക്ക് കയറിയത്. മഹി, അങ്ങനെ ഏതാണ്ടല്ലേ പേര് പറഞ്ഞത്? അതെ. മഹി, ഇതൊരു കൊലപാതക കേസാണ്. ഏറ്റെടുക്കാൻ തയ്യാറാണല്ലോ? അതിനൊക്കെ തയ്യാറാ. കേസിന്റെ വിശദാംശം ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ഇവിടെ ആറാണിമുട്ടം എന്നൊരു വലിയ തറവാടുണ്ട്. അവിടത്തെ ശിവശങ്കരൻ ഒറ്റയടിക്ക് 2 പേരെ കൊന്നു. കൊല ചെയ്യപ്പെട്ടവരിൽ ഒരാളൊരു പാവം ഡ്രൈവറാ, മറ്റേത് ഇതാ ഇവരുടെ അച്ഛൻ, അതായത് എന്റെ അമ്മായി അച്ഛൻ. കീഴ്ക്കോടതി ശിവശങ്കരനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. പക്ഷെ ഹൈക്കോടതി ശിക്ഷ ഇളവ് ചെയ്ത് ജീവപര്യന്തമാക്കി. ഇപ്പൊ അവൻ പരോളിൽ വരുന്നുണ്ട്. അവന് വിധിച്ച വധശിക്ഷ ഇപ്പൊ ഇതാ ഇവര് നടപ്പിലാക്കാൻ പോവുകയാണ്. അപ്പൊ കൊലപാതകം നടന്നിട്ടില്ല? ഇല്ല, പക്ഷെ നടക്കും. ഇനി അവന്റെ ആരാച്ചാരം ഞാനാ. എന്റെ അച്ഛനെ കൊന്ന കഴുതടമനെ എന്റെ ഈ കൈ കൊണ്ട് വെട്ടി നുറുക്കാൻ തെരുവിലിടും. പക്ഷെ ഒരു പേ പിടിച്ച നായെ കൊന്നതിന്റെ പേരില് ജയിലിൽ കയറാനും അവിടുത്തെ ഗോതമ്പുണ്ട് തന്നാനൊന്നും തോട്ടപ്പള്ളി സുരേന്ദ്രനെ കിട്ടുകയല്ല. അയ്യോ സാറേ, ഇപ്പൊ ജയിലിൽ ഗോതമ്പുണ്ടൊന്നുമില്ല. അതൊക്കെ എന്നേ നിർത്തി. ഇപ്പൊ 3 നേരം ചോറാ, കൂട്ടത്തിൽ മീൻകറിയും പച്ചക്കറിയും. അതേ മട്ടനും ചിക്കനും. ചിക്കൻ കറി മഹി വെക്കണം. എന്തൊരു ടേസ്റ്റാ. സമയം കിട്ടുമ്പോ സാറന്മാരും ഒന്ന് തിന്നു നോക്കണം അല്ലേ? അപ്പൊ കേസ് ഏറ്റെടുക്കാൻ തയ്യാറാണല്ലോ? കേസ് ഏറ്റെടുക്കാനൊക്കെ തയ്യാറാണ്. പോലീസിൽ പിടി കൊടുക്കുന്നതിന് മുമ്പ് 5 ലക്ഷം രൂപ എന്റെ തരണം. കോടതി കുറ്റം സമ്മതിക്കുന്നതിന് മുമ്പ് 3 ലക്ഷം രൂപ ഇവനെ ഏൽപ്പിക്കണം. വാക്ക് വ്യത്യാസം ഉണ്ടായാൽ ഞാൻ കൂറുമാറും. അതിപ്പോഴേ പറഞ്ഞു. വാക്കിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, അതിനെപ്പറ്റി പേടിക്കണ്ട. എങ്കിൽ സംഭവം നടന്നു കഴിയുമ്പോൾ അറിയിച്ചാൽ മതി. ഞങ്ങൾ വന്നോളാം. നിങ്ങൾ വന്നു കഴിഞ്ഞല്ലോ, ഇനി സംഭവം കഴിഞ്ഞിട്ട് പോയാ മതി. നിങ്ങൾ 2 ആളും കുറച്ച് ദിവസം ഇവിടെ നിൽക്കണം. ഞാനും നിൽക്കണം? വേണം. ഞാനും ഈ കേസുമായിട്ടുള്ള ബന്ധം? ഇവൻ കൊന്നു സമ്മതിക്കുമ്പോ നീ അത് കണ്ടു എന്ന് പറയുന്ന ദൃക്സാക്ഷിയാവണം. തരുന്ന പണത്തിൽ നിന്ന് നിനക്കും കിട്ടും ഒരു വിഹിതം. അതാണ് ബന്ധം, ഒരു അവിഹിത ബന്ധം. 2 ആളും പുറത്ത് വെയിറ്റ് ചെയ്യും, ഞാനിപ്പോ വരാം. അവസാനം നൂൽബന്ധമെങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു. അവന്മാരെ എന്തിനാ ഇവിടെ നിർത്തുന്നേ? അവൻ കൊന്നു സമ്മതിക്കുമ്പോ ഏത് കോടതിയും വിശ്വസിക്കുന്ന ശക്തമായ ഒരു കാരണം പറയാനുണ്ടാവണം. അത് നമ്മൾ ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ അത് കറങ്ങിത്തിരിഞ്ഞ് നമ്മുടെ തലയിൽ തന്നെ വന്ന് വീഴും. അതിനിപ്പോ എന്ത് ചെയ്യണമെന്നാ? തലയ്ക്കകത്ത് മുഴുവൻ കുരുട്ടു ബുദ്ധിയല്ലേ, ഒന്ന് പുകയ്ക്ക്. കഴിയുമെങ്കിൽ അവനൊരു കൊലക്കയർ വാങ്ങിക്കൊടുക്കുവാനുള്ള വഴി തന്നെ ആലോചിക്ക്.
ഇവിടെ കുറച്ച് ദിവസം തന്നെയാണ് ആ തീരുമാനം ഹോ. എന്ത് പണ്ടാരം ചെയ്തിട്ടാലും വിടില്ല, കാശ് കിട്ടിയാൽ മതിയാവും. ഓപ്പറേഷന് കാശ് എത്തിച്ചില്ലെങ്കിൽ ആ ചെറുക്കൻ കാഞ്ഞു പോകും. എന്തോ കരിഞ്ഞ മണം വരുന്നുണ്ടല്ലോ. ടാറിങ് നടക്കിയിരിക്കും. ചിക്കനാ. ഇതൊക്കെ കരിഞ്ഞ് നാശമായല്ലോ. ഈ കുന്ത്രാണ്ട ഒന്നും ഉണ്ടാക്കണ്ടെന്ന് ഞാൻ അപ്പഴേ പറഞ്ഞതല്ലേ. ഒരു കടായി ചിക്കൻ. ഇതിപ്പോ കടായി ചിക്കൻ അല്ല, കേടായ ചിക്കനാ. നീ ഏതാടാ? ഞാനാരും ആയിക്കോട്ടെ, ചിക്കൻ കടായിലിടുന്നതിന് മുമ്പ് കടായി വഴക്കിയോ? ആട്ടുന്നെയ്യ് ഉരുക്കി കടായി വഴക്കണം, എന്നിട്ട് എണ്ണ നിറച്ച് കുടിപ്പിച്ച് വെക്കണം. ഇങ്ങോട്ട് മാറിക്കേ, അറിയാൻ പാടില്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാം. പേടിക്കണ്ട, ഞങ്ങൾ വക്കീൽ സാറിന്റെ പരിചയക്കാരാ. ഈ മഹിയെ അസലായിട്ട് കടായ ചിക്കൻ ഉണ്ടാക്കാം. അതെ, ആ കേടായ ചിക്കൻ എനിക്ക് തന്നേക്ക്, ഞാൻ റിപ്പയർ ചെയ്ത് കഴിച്ചോളാം. ഇവന്മാർ ഇത് എവിടെ പോയി? ഞാനേ ചേച്ചിയെ കടായി ചിക്കൻ ഉണ്ടാക്കാൻ പഠിപ്പിക്കും. വീട്ടിൽ എത്ര വേലക്കാരുണ്ടെങ്കിലും സ്വന്തം ഭാര്യമാരുടെ കൈവച്ചുണ്ടാക്കുന്നതിന്റെ രുചി ഒന്ന് വേറെ തന്നെയാ. ഈ ഭാര്യമാരെന്ന് പറയുമ്പോ സ്വന്തം ഭാര്യയാണോ അതോ വല്ലവന്മാരുടെയും ഭാര്യ വെച്ചുണ്ടാക്കുന്നതാണോ ഇഷ്ടം? നമുക്കിപ്പോ സ്വന്തം ഭാര്യ ഇല്ലാത്തതുകൊണ്ട് വല്ലവരെയും ഭാര്യ വെച്ചുണ്ടാക്കുന്ന വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. നീ ആള് കൊള്ളാമല്ലോ. കൊള്ളാം അല്ലേ? എന്റെ ഭാര്യ ഇവിടെ ഇല്ലാത്തത് ഭാഗ്യായി. അവളെ ഇതൊന്നും പഠിപ്പിക്കണ്ട കേട്ടോ, അവൾക്ക് ഇതൊന്നും ഇഷ്ടല്ല. ഓ, ആര് പറഞ്ഞു? എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. എന്നെ പഠിപ്പിച്ച മഹി നാത്തൂന്റെ അടുത്തേക്ക് പോയത്. മഹി ഊണ് കഴിച്ചിട്ടേ പോവാളൂ കേട്ടോ. ഒന്നുമില്ല, ഈ മഹി ആള് ഭയങ്കരനാ. കാലെടുത്ത് കുത്തിയപ്പോ തന്നെ വീട്ടിലെ പെൺപടയെ മുഴുവൻ കയ്യിലെടുത്തു.